അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഉപ്പൻ്റെ അനിയൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ ഈ ബയോട്ടോറിയത്തിൻ്റെ പ്രോഡക്റ്റുമായിട്ട് കഴിഞ്ഞ മാസം ഏകദേശം ഒരു മാസം 10 ദിവസമായി ഞാനും നമ്മളെ റിജാസ് സാറും കൂടി ഇവിടെ വീണ്ടും കാണാൻ വേണ്ടി വന്നത്. കാരണം വെച്ചാൽ ഇന്നലെ വിളിച്ച് പറഞ്ഞാൽ അൽഹംദുലില്ലാ നല്ലൊരു റിസൾട്ടാണ് എൻ്റെ ഉപ്പൻ്റെ അനിയനിക്ക് വന്നിട്ടുള്ളത്. കാരണം ഒരു 5-6 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓക്സിജൻ്റെ ട്യൂബ് ഇട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്, ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഓക്സിജൻ്റെ ട്യൂബ് ഇട്ട് നടക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു 5 വർഷങ്ങളായി. അപ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുത്ത് അതിനുള്ള റിസൾട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ കാണുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സമയത്തുള്ള ഫോട്ടോ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് ഫുള്ള് ട്യൂബൊക്കെ ഇട്ടിട്ടാണ്. ബാത്റൂം പോകുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഏത് ഫുൾ ടൈം കണ്ടിന്യൂസ് ആയിട്ട് ഈ ട്യൂബ് എപ്പോഴും ഉണ്ടാവും മുഖത്ത്. ഇന്നിപ്പോൾ ട്യൂബില്ലാണ്ട് നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ കൂടെ റിജാസ് സാറുണ്ട്. സാറോടെ ഇതാണ് എൻ്റെ അനിയൻ്റെ വീട്. അപ്പോൾ നിങ്ങൾക്ക് ആ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഓക്കെ, ഇന്നലാണ് ശരിക്കും ഞാൻ ശ്വാസം വിട്ടത്. ഇപ്പോൾ കറക്റ്റ് എത്ര ദിവസമായി? ഒരു മാസം അല്ലേ? ഒരു മാസമായില്ലേ? ഒരു മാസമായി. ഒരു മാസം 10 ദിവസം അങ്ങനെ തോന്നുന്നുണ്ട്. ആ ഇത് മോനില്ലെങ്കിലും ദിവസം 3 പ്രാവശ്യം 10,000 കളിച്ച് കഴിഞ്ഞിട്ട് വിടണം. ശ്വാസം വിടുമ്പോൾ വിടണം. അപ്പടി ശ്വാസം വെച്ചു വിടണം. വെച്ചു കൊടുക്കണം. 15 മിനിറ്റിൽ കൂടാനേ പാടില്ല. 10 മിനിറ്റ് ആയാലും കുഴപ്പമില്ല. 15 മിനിറ്റിൽ കൂടുതൽ കൂടരുത്. എന്നിട്ട് ഒരു 3 ദിവസം. ഇപ്പം എത്ര സമയം കിട്ടുന്നുണ്ട് ഇങ്ങനെ ഓക്സിജൻ ഇല്ലാണ്ട് എത്ര സമയം കിട്ടുന്നുണ്ട്? കുറേ നിൽക്കുന്നുണ്ട് അല്ലേ? എല്ലാം അതിൻ്റെ വർക്കിങ് അൽഹംദുലില്ലാ സ്റ്റാർട്ടായി. ഈ ഏത് വേണ്ട ശക്തിയൊക്കെ ഉണ്ട്. ഈ ശക്തി ഉണ്ടെങ്കിൽ എന്താവുള്ളൂ, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ ബെഡ് അതല്ല, ബെഡ് ഇനി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ബെഡ് അല്ല തന്നെ ചാർജ് മാത്രം. അത് മതി.